ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയെങ്കിലും അതിലൊട്ടും തന്നെ സന്തോഷം രോഹിത്തിനുണ്ടായിരുന്നില്ല. താൻ കാരണം തൻ്റെ കുടുംബത്തിനുണ്ടായ മാനക്കേട് ഓർത്ത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലായിരുന്നു രോഹിത് ഉണ്ടായിരുന്നത്. ഇനി ഒരിക്കലും പുറത്തിറങ്ങണ്ട എന്നായിരുന്നു രോഹിത് കരുതിയിരുന്നത്. അത് ഈ സമൂഹത്തെ ഇനി നേരിടാനുള്ള മടി കാരണമായിരുന്നു. അങ്ങനെ നെടുമ്പരിക്കലെത്തിയ രോഹിത്തിന് എല്ലാത്തിനോടും വെറുപ്പായിരുന്നു, അവഗണനയും ദേഷ്യവുമായിരുന്നു. ആരോടും സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കാതെ അടച്ചിട്ട മുറിയിൽ ഭ്രാന്തനെ പോലെയായിരുന്നു രോഹിത്തിന്റെ സഹവാസം. എല്ലാവരോടും ദേഷ്യം കാണിക്കുമ്പോൾ അലീനയോട് വെറുപ്പായിരുന്നു രോഹിത്തിന്. തന്നെ കേസിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചവളാണ്, തന്റെ രക്ഷകയാണ് എന്നൊന്നും അവൻ ഓർത്തില്ല. ഒരു നന്ദിയും അനുകമ്പയും ഇല്ലാതെയായിരുന്നു അലീനയോട് രോഹിത്തിന്റെ പെരുമാറ്റം. ഒടുക്കം രോഹിത് കൈവിട്ടു പോകും എന്ന് തോന്നിയ സാഹചര്യത്തിൽ രോഹിത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ബാലചന്ദ്രൻ രോഹിത്തിനോട് വെളിപ്പെടുത്തുന്നു. അത് രോഹിത്തിന്റെ മാനസികാവസ്ഥ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. ഒരു ദിവസം അലീനയോട് ദേഷ്യപ്പെട്ട് അവൾ നൽകിയ ഭക്ഷണമെല്ലാം തട്ടിമറിച്ച് രോക്ഷാകുലനായി രോഹിത്തിനെ കണ്ട് ബാലചന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല. അലീന അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ബാലചന്ദ്രൻ മുകളിലോട്ട് കയറി ചെന്ന് രോഹിത്തിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമൊന്നും കേൾക്കാൻ രോഹിത് തയ്യാറായിരുന്നില്ല. എന്താ രോഹി നിനക്ക്? നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവളല്ലേ നിന്നെ രക്ഷിക്കാൻ കാരണക്കാരിയായത്. അവളോട് നിനക്ക് നന്ദിയും കടപ്പാടുമാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടല്ല വേണ്ടത്. എന്തു എന്നും പറഞ്ഞ ബാലചന്ദ്രന് നേരെ രോഹിത്തിന്റെ മറുപടി: എന്നെ രക്ഷിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കിനി പുറത്തിറങ്ങണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്. അവളോട് എന്നെ സഹായിക്കാൻ ഞാൻ പറഞ്ഞു. എനിക്ക് ആരും വേണ്ട, ആരെയും കാണും വേണ്ട. ഒന്ന് പോയി തരൂ. രോഹി, നീ ഇങ്ങനെ ഒന്നും പറയില്ലേടാ. തെറ്റു ചെയ്യാതെ നീ എന്തിനാണ് ശിക്ഷ അനുഭവിക്കണേ? അതുകൊണ്ടല്ലേടാ ഞാൻ നിന്നെ ഒന്നും പറയണ്ട. അച്ഛന് ഞങ്ങളോടൊന്നും സ്നേഹമില്ല, അച്ഛന് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അങ്ങനെ പറയല്ലേ രോഹി. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് അലീന, എൻ്റെ മോളെപ്പോലെ തന്നെയാണ്. കാരണം അവളും നിങ്ങളുടെ സഹോദരിയാണ്. അച്ഛനൊന്നും പറയണ്ട. ഇന്നേ വരെ കേൾക്കാത്തൊരു കഥയായിട്ട് അച്ഛൻ അവളെ മകളാക്കി വെച്ചിരിക്കുകയല്ലേ. അതൊക്കെ ഞങ്ങൾ സഹിക്കണോ, പൊറുക്കണോ? എനിക്ക് പറ്റില്ല അച്ഛാ. അവൾ എന്നീ കുടുംബത്തിൽ കയറി വന്നു അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങളെന്ന് അമ്മ പറയുന്നത് ശരിയല്ലേ? രോഹി, നിങ്ങളുടെ മനസ്സിൽ അവളെ കുറിച്ചിട്ടുള്ള ചിന്താഗതി തന്നെ വേറെയാണ്. അതൊന്നും മനസ്സിൽ വെച്ച് പുലർത്തല്ലേ. അവൾ നിങ്ങൾക്ക് ശരിക്കും സഹോദരിയാണ്. നിന്റെ അമ്മയുടെ അഹങ്കാരമൊന്നും നീ മനസ്സിൽ വെച്ച് നടക്കരുത്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് ക്ഷമയോടെ കേൾക്കണം. നീ അത് ആരോടും പറയില്ലെന്നും ആരോടും ചോദിക്കാൻ പോവില്ലെന്നുമുള്ള ഉറപ്പ് തരണം. അതിന് നിനക്ക് കഴിയൂ രോഹി? മനസ്സില്ലാ മനസ്സോടെ രോഹി ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്: അലീനയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്കൊരു അവിഹിതത്തിൽ ജനിച്ച മകളാണ് അലീന എന്ന് ഞാൻ പറഞ്ഞു പരത്തിയത് അവളെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റൊരു ബന്ധമൊന്നും ഞാനും അലീനയും തമ്മിലില്ല. നിങ്ങൾ 3 പേര് എങ്ങനെയാണോ എനിക്ക്, അതേ സ്ഥാനം തന്നെയാണ് അലീനയ്ക്ക് എൻ്റെ മനസ്സിലുള്ളൂ. നിങ്ങളുടെയൊക്കെ ഒരു മൂത്ത ചേച്ചിയായിട്ടേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അവളെ കാണാൻ കഴിയുള്ളൂ. കാരണം അവൾ നിങ്ങളുടെ 3 പേരുടെയും സ്വന്തം ചേച്ചി ആയതുകൊണ്ട്. ആകെ അങ്കലാപ്പോടെ രോഹിത് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. എന്താ അച്ഛൻ പറയുന്നത്? ശരിയാണ്, ഞാൻ പറയുന്നതാണ് സത്യം. നിനക്കും ബബിതയ്ക്കും മാത്രം അറിയാത്തൊരു രഹസ്യം. വേറെ ഒന്നുമല്ല. ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിന്റെ അമ്മയ്ക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ആഗ്രയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ആ സമയത്ത് നിന്റെ അമ്മ പ്രസവിച്ച കുഞ്ഞാണ് അലീന. അന്ന് വീട്ടുകാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ കല്യാണം നടക്കാതെ പോവുകയും അവർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ ഈ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അന്ന് പിന്നെ എല്ലാവരും നിർബന്ധിച്ചതിന് ശേഷമാണ് അവൾ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പിന്നീട് അവൾ നിങ്ങളുടെ അമ്മയായി. പക്ഷെ ഇതൊക്കെ അവൾ എന്നോട് മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവളായിരുന്നു എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അലീന അവളുടെ മകളാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ ആകെ തകർന്നായിരുന്നു ഈ കുടുംബത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അത്രയും സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്നിരുന്ന എൻ്റെ കുടുംബമാണ് തകർന്ന് തരിപ്പണായി പോയത്. നിന്റെ അമ്മ ഒറ്റൊരുത്തി കാരണം. എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. നിന്റെ അമ്മയും അവരുടെ വീട്ടുകാരും എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. ആ തകർച്ചയിൽ നിന്നൊക്കെ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയത് അലീനയാണ്. നിന്നെ അവൾ ഉപദേശിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്
അവളുടെ സ്വന്തം അനിയനാണ് നീ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. നിങ്ങളെല്ലാവരും അവളുടെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവൾ ഈ കുടുംബത്തിലേക്ക് വന്നത്. നിങ്ങളെയൊക്കെ അവൾ സ്നേഹിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്തത് അവളുടെ സ്വന്തം കൂടപ്പിറപ്പുകളാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കൊന്നും വരാൻ അവൾ അനുവദിക്കില്ലായിരുന്നു. നിങ്ങളെയൊക്കെ അവൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായിരുന്നില്ല. നിങ്ങൾക്ക് അവൾ വെറുപ്പായിരുന്നു, ദേഷ്യമായിരുന്നു. അവൾ എന്ത് ചെയ്താലും നിങ്ങളതിൽ കുറ്റം മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എല്ലാ അവഗണനയും, നിങ്ങളുടെയൊക്കെ ശകാരങ്ങളും കുത്തുവാക്കുകളും, നിന്റെ അമ്മയുടെ പരിഹാസവും ചീത്തവിളിയും അടി വരെ കൊണ്ടില്ലേ അവള്. എന്നിട്ടും അവള് പിടിച്ചു നിന്നത് നിങ്ങളുടെ കൂടെ കഴിയാനും നിങ്ങളെ കാണാനും വേണ്ടിയിട്ടായിരുന്നു. നീ പലവട്ടം ഹരിയായിട്ട് കൂട്ടുകൂടിയപ്പോഴും അലീന നിന്നെ ശകാരിക്കുകയും താക്കീത് നൽകുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നെ കുഴികളിൽ ചെന്ന് ചാടിക്കും, ജയിലിൽ വരെ എത്തിക്കുമെന്ന് അവൾ നിന്നോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് നീ അത് കേട്ടോ? അത് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. പക്ഷെ നീ അത് തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്ക് ആർക്കും സ്വന്തം കൂടപ്പിറപ്പിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവൾ നിന്നെ സഹായിക്കാനും നിനക്ക് വേണ്ടി ശരണ്യോട് സംസാരിച്ചതും ആ ഡിവൈഎസ്പിയോട് സംസാരിച്ചതൊക്കെ നീ അവളുടെ അനുജനായതുകൊണ്ട് തന്നെയാണ്. നീ രക്ഷപ്പെടണം എന്നുള്ള അങ്ങനെ ഒരു വിശ്വാസവും ആഗ്രഹവും അവൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നീ ചെയ്തത് രോഹി, സ്വന്തം പെങ്ങളാണെന്ന് പോലും മനസ്സിലാക്കാതെ ആരോ ആയിക്കോട്ടെ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ നീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അലീനനെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്നോട് അവൾ ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും നീ ഹരിയുടെ കൂടെ കൂടി പിന്നീടും അത് ചെയ്യാൻ ആവർത്തിച്ചില്ലേ? അതൊക്കെയല്ലേ നിന്നെ ഇപ്പൊ ഈ നിലയിലേക്കാക്കിയത്? എല്ലാവർക്കും പറയാനൊരു കാരണം അലീന വന്നതിന് ശേഷം അലീന വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നോ? കൂട്ടുകെട്ടുകളും ചുറ്റുപാടുകളാണ് ആദ്യം മാറേണ്ടത് രോഹി. നിന്റെ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത്. വൈജ് നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് തന്നെ വിഷം അലീന വന്നതിന് ശേഷമാണെന്നുള്ളത്. അലീന വന്നിട്ട് എന്താ ചെയ്തത്? നിങ്ങൾക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ നന്മ അവൾ വിചാരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം വെച്ച് വിളമ്പി തരുന്നത് നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത് മാത്രമേ അവൾ ചെയ്യുന്നുള്ളൂ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് കിട്ടിയ ഈ ജീവിതം ഒരിക്കൽ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു ജീവിതമാണ് നിനക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇനി അത് നല്ല രീതിക്ക് ജീവിച്ചു തീർക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. നല്ലൊരു ഭാവിയാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് രോഹി. അതൊന്നും നീ മറക്കരുത്. ഇനിയും ചീത്ത കൂട്ടുകെട്ടുകളായിട്ട് നടക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ആയിക്കോ. പക്ഷെ രക്ഷിക്കാൻ വീണ്ടും ഞാൻ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കേണ്ട. എൻ്റെ മകനായി പോയി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ നിന്നത്. നിങ്ങൾക്കൊക്കെ ആയിരിക്കും, നിങ്ങളുടെ മനസ്സിലൊക്കെ ആയിരിക്കും ഞാൻ ചതിയനും വഞ്ചകനൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ മക്കളോട് എത്ര കൊടുത്താലും തീരാത്ത അത്ര സ്നേഹമുണ്ട്. നിനക്കിനി എന്ത് വേണിച്ചാലും ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇനി ചീത്ത കൂട്ടുകെട്ടുകളായിട്ട് നീ പോവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം, പഠിക്കാൻ പോകണം, നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. അത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വിതുമ്പുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത് വേഗം അടുത്ത് വന്നിട്ട് കരയുന്നുണ്ട്. ഇല്ല അച്ഛ, ഇനി ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം. എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് ഇനി ഞാൻ അങ്ങനത്തെ കൂട്ടുകെട്ടുകളായിട്ടൊന്നും പോവില്ല. അച്ഛനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ധിക്കരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമാണ് ഞാനിപ്പോ ഇന്ന് അനുഭവിക്കുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് രോഹിത് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. ഇനി അച്ഛനെ മോശക്കാരനാക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല. അച്ഛൻ എന്ത് പറയുന്നു അങ്ങനെ ഞാൻ ജീവിച്ചോളാം. എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി. അലീന ചേച്ചി ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കും. സ്വന്തം ചേച്ചി തന്നെയാണല്ലോ. ഇനി അലീന ചേച്ചിയോട് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ പെരുമാറില്ല, ദേഷ്യം കാണിക്കില്ല, അഹങ്കാരം കാണിക്കില്ല, ഒന്നുമില്ല. ഒരു നല്ല അനുജനായിട്ട് അലീന ചേച്ചിയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരിക്കും, എന്തിനും ഏതിനും. അലീന ചേച്ചി ഇനി എവിടേക്കും പോകണ്ട. അലീന ചേച്ചിക്ക് സപ്പോർട്ടായിട്ടും ഒക്കെ ഞാൻ ഉണ്ടായിരിക്കും. എനിക്ക് എന്നും കടപ്പാടും നന്ദിയുള്ള ആളാണ്, എന്നെ രക്ഷിച്ച ആളാണ്, അത് എന്നും എന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത്തിനെ പിടിച്ചെണീപ്പിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സന്തോഷമായി, നീ ഇനിയും നല്ല നിനക്ക് ഇനിയും ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ മറന്നേക്ക്. അത് നല്ലൊരു പാടാണ്. ഇനി തെറ്റുകളുടെ ഇടയിലേക്ക് പോവരുത്. തെറ്റുകൾ കണ്ട വഴി മാറി നടക്കണം. നല്ലൊരു ആളായിട്ട് ഈ സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ പഠിക്കണം. തെറ്റുകൾ ഇനിയും സംഭവിക്കാം, പക്ഷെ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവണം. മനസ്സിലായോ? അലീന താഴെ ഉണ്ടായി, അലീനോട് പോയി നീ മാപ്പ് പറയണം. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും നീ അലീനോട് പറയരുത്. അവൾ ഒരിക്കലും അതറിയരുത്. അലീന നിങ്ങളുടെ സഹോദരിയാണ് എന്നറിയുന്ന ഒരാൾ കൂടി ഈ വീട്ടിലുണ്ട്, കൃഷ്ണമോളാണ്.
ബബ്തയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാനുള്ള സമയമായിട്ടില്ല. നീയും ബബ്തയോട് ഒന്നും പറയരുത്. മനസ്സിലായോ? എന്ന് താഴെ പോയിപ്പോ. കിച്ചണിൽ ഉണ്ടായിരിക്കും അലീന. അലീനോട് പോയി മാപ്പ് പറയണം. ചെയ്തതിന് നന്ദി പറയണം. കടപ്പാടുണ്ട്. ഒരുപാട് കടപ്പാടുണ്ട് എന്നൊക്കെ പറയണം. അവളോട് സ്നേഹത്തോട് സംസാരിച്ചു തുടങ്ങണം. അവളുടെ അനിയനല്ലേ നീ, അവൾക്കത് സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ താഴേക്ക് വിടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ രോഹിത്ത് ഇങ്ങനെ മടിച്ച് മടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അലീനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ചേച്ചിന്ന് വിളിച്ച് അലീനോട് സംസാരിക്കുന്നുണ്ട്. നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കടപ്പാടുണ്ട്, ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രക്ഷിച്ചതിന്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഞാൻ നിന്നെ അതിനൊന്നും നീ കടപ്പാടും നന്ദിയൊന്നും പറയണ്ട, നീ എന്റെ അനുജനല്ലേ എന്നൊക്കെ അലീനയും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദി പറഞ്ഞ് കൈകുപ്പി നന്ദിയൊക്കെ പറഞ്ഞ് രോഹിത് തിരിച്ചു കയറി പോകുന്നുണ്ട് കേട്ടോ. അത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. താൻ ചെയ്തതിന് ഒരു നന്ദി വാക്ക് അല്ലെങ്കിലും അവൻ എന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചല്ലോ എന്നൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ അലീനയ്ക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത് സത്യം തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ വൈശിക്ക് മുന്നിൽ കൂടി അലീനയെ സപ്പോർട്ട് ചെയ്തും അലീനയ്ക്ക് താങ്ങായിട്ടും രോഹിത്ത് നിന്ന് സംസാരിക്കുന്ന സീൻസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്